നമസ്കാരം. വാലപ്പം ക്രിയേഷൻ്റെ 6ാമത്തെ വിഷ്വൽ പ്രൊജക്റ്റാണിത്. ആദ്യം ഒരു കമേഴ്ഷ്യൽ സിനിമ ചെയ്തിരുന്നു, പോത്തുന്തല എന്ന് പറഞ്ഞത്. അതിനുശേഷം 2 ആർട്ട് ഫിലിം ചെയ്തു. അതിന് ഒരുപാട് നാഷണൽ, സ്റ്റേറ്റ്, ഇൻ്റർനാഷണൽ അവാർഡുകളൊക്കെ കിട്ടുകയുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് കിട്ടിയ ഫിലിം ക്രിട്ടിക് അവാർഡ് 2 സിനിമയ്ക്കും ഉണ്ടായിരുന്നു. ഇപ്പോൾ അവസാനം ചെയ്യുന്നതാണ് വക്തത്വ ഭൂമി, AI, കംപ്ലീറ്റ് AI ആയിട്ട്. ഇത് മലയാള സിനിമയുടെ ഹിസ്റ്ററിയാണ്. കാരണം ഈ ടെക്നോളജി വന്നതിന് ശേഷം ഫസ്റ്റ് ടൈം ഒരാൾ നിർമ്മിക്കുന്ന AI പടമാണ് ഈ വക്തത്വ ഭൂമി. അപ്പോൾ ഞങ്ങളുടെ ക്രൂസിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും എല്ലാ സിനിമയിലും ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ ഡയറക്ടർ, സ്ക്രിപ്റ്റ് റൈറ്റർ സിദ്ദിഖ് പറവൂരാണ്. അപ്പോൾ അദ്ദേഹവും ഞാനും, അതുപോലെ തന്നെ ഇപ്പോൾ ഞങ്ങളുടെ എല്ലാ സിനിമയിലും നായികയായിട്ടുള്ളത് ഡോക്ടർ അനശ്വര അവരുണ്ട് ഈ പടത്തിൽ. അതുപോലെ ജോസ് മാമ്പള്ളി ഞങ്ങളുടെ മാനേജറാണ് സ്ഥാപനത്തിൽ. വൈഫ് ഉണ്ട്, വൈഫ് കമ്പനിയുടെ മാനേജിങ് ഡയറക്ടറാണ്. അതുപോലെ തന്നെ നമ്മുടെ ക്യാമറ ജലീൽ ബാദുഷ, ജസ്ന നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ട്. പിന്നെ നമ്മുടെ നസീമത്ത, അവരൊക്കെ സിനിമയിൽ ഭാഗമാണ്. കുറേ പേര് വിട്ടുപോയിട്ടുണ്ട്. എന്നിരുന്നാലും എല്ലാവരും ഒരുപാട് ടീം വർക്കാണ്. കാരണം ഒരു പ്രൊജക്റ്റിൽ വന്നിട്ട് അവസാനിപ്പിച്ച് പോവുകയല്ല ചെയ്തത്. ഞങ്ങളുടെ ഈ തുടർച്ചയായ 3 പ്രൊജക്റ്റിൽ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ടീം വർക്ക് ആയതുകൊണ്ടാണ് ഇത് ഇത്രയും നന്നായിട്ട് കൊണ്ടുചെല്ലാനും ചെയ്തു തീർക്കാനായിട്ട് സാധിച്ചത്. ഒരുപാട് സന്തോഷം. അപ്പോൾ അതിൻ്റെ ലോഞ്ചായിരുന്നു ഇന്ന് ഇവിടെ നടന്നത്. പിന്നെ ഓരോ പടങ്ങളും ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഓരോ എയിമുണ്ടായിരുന്നു. ഇപ്പോൾ കമേഴ്ഷ്യൽ പടം പിടിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞില്ല, കൊറോണ കാലത്ത് പിടിച്ച പടമാണ്. അപ്പോൾ ഒരുപാട് കലാകാരന്മാർക്ക് ജോലിയില്ലാത്ത അവസരത്തിൽ ജോലി കൊടുക്കുക എന്നുള്ളതുണ്ടായിരുന്നു. അതുപോലെ തന്നെ പുതുമകളെ കൊണ്ടുവരിക, അതുപോലെ 2ാം നിരയിൽ നിന്നിരുന്നവരെ മുൻനിരയിലേക്ക് കൊണ്ടുവരിക, അതിനൊക്കെ ഉള്ളൊരു അവസരമായിരുന്നു. കാരണം പാഷാണ ഷാജീനെ വെച്ചിട്ടായിരുന്നു ആദ്യ പടം ചെയ്തത്. ആ സമയത്ത് ആ പടം അദ്ദേഹത്തിനെ സംബന്ധിച്ച് നായകനായിട്ട് അദ്ദേഹത്തിൻ്റെ കരിയറിൽ ഫസ്റ്റ് ടൈം ചെയ്തൊരു പടമാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോരുത്തർക്കും ഓരോ അവസരങ്ങൾ കൊടുക്കായിരുന്നു. 2ാമത് ചെയ്തത് വളരെ സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് കോടികൾ ചിലവാക്കിയിട്ടാണ് പടങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അത് ഇല്ലാതെ അതിനേക്കാളും വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ അങ്ങനെ പടം പിടിക്കാമെന്നും സമൂഹത്തിന് അങ്ങനെ ഒരു സോഷ്യൽ മെസ്സേജ് കൊടുക്കാമെന്നുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് എല്ലാ മനുഷ്യർക്കും ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു കാര്യം കൂടി ചെയ്യലായിരുന്നു 2 പടങ്ങൾ ഒന്നിച്ച് ചെയ്തത്. അത് മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലൊരു വേറൊരു തലമായിരുന്നു. കാരണം 2 സിനിമ ഒരേ ലൊക്കേഷനിൽ ഓരോ ക്രൂസിനെ വെച്ചിട്ട് ചുരുങ്ങിയ സമയം കൊണ്ട് ചുരുങ്ങിയ പൈസ കൊണ്ട് ചെയ്തൊരു സിനിമയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു നേട്ടം അതിനുണ്ടായിരുന്നു. പിന്നെ അത് ഒരുപാട് സോഷ്യൽ മെസ്സേജ് കൊടുക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് അതിനകത്ത് കൂടുതൽ അവാർഡ്സുകളൊക്കെ വരാനായിട്ട് തുടങ്ങിയത്. ഇപ്പം പല അവാർഡുകൾക്കായിട്ട് പരിഗണിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒന്നും റിസൾട്ട് എത്തിയിട്ടില്ല. മിക്കവാറും 2-3 മാസം കഴിയുമ്പോഴേക്കും അതൊക്കെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ സ്വാഭാവികമായിട്ട് പടം റിലീസ് ചെയ്യുന്നതായിരിക്കും, തിയേറ്ററുകളിലെത്തും. അങ്ങനെ എല്ലാവർക്കും കാണാനുള്ളൊരു അവസരം ഉണ്ടായിരിക്കും. ഇപ്പോൾ വക്തത്വ ഭൂമി ആയാലും ഇതുപോലെയാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ AI ഫിലിമും ആയാലും ഞങ്ങളത് തിയേറ്ററിലെത്തിക്കും. സെൻസർ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിയേറ്ററിലെത്തിക്കുക. അപ്പോൾ എല്ലാവരും കാണാൻ ഞങ്ങളുടെ ചിത്രങ്ങൾ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. താങ്ക് യു.